ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നമ്മൾ ട്വിൻ ഫ്ലെയിംസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സമയത്ത് കംഫർട്ട് സോണിലിരുന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ ജീവിത പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ അവിടെയൊക്കെയും സർവൈവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സമാധാനത്തിൻ്റെയും ക്ഷമയുടെയൊക്കെ പേരിൽ നമ്മൾ കുറേയധികം സഹിച്ചിട്ടുണ്ടാകാം, ക്ഷമിച്ചിട്ടുണ്ടാകാം. എന്നാലും ലൈഫിലൊരു സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് പെട്ടെന്നാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്കായി വന്നിട്ടുള്ളത്. അതുവരെ നമുക്ക് വേദന നൽകിയിട്ടുള്ള പാരൻസ്, സിബ്ലിങ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളോടുള്ള ഒരു സമീപനം, അവർക്ക് നമ്മളോടുള്ള ഒരു സമീപനം അത് കുറേ കൂടെ വേഴ്സ്റ്റായിട്ടുണ്ടാകാം, മോശമായിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലുള്ള വ്യക്തികളായിരുന്നെങ്കിൽ ആ ഒരു പാർട്ട്ണറെ അവർ അത്രയും സഹിച്ചും, അല്ലെങ്കിൽ അത്രയും ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ ജീവിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ആ ഒരു റിലേഷനും വളരെ പെയിൻഫുള്ളായി ഒരുമിച്ച് പോകാൻ പറ്റാത്ത വണ്ണമോ, അതല്ലെങ്കിൽ ഒരുമിച്ചുണ്ടെങ്കിൽ പോലും ഒരു മാനസികമായിട്ടുള്ളൊരു അകൽച്ച വരുന്ന രീതിയിലോ ആയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നമ്മുടെ കരിയർ നമ്മൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ, കാശിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി, ഫിനാൻസ് വളരെയധികം ടൈറ്റാകും. നമ്മൾ മനസ്സിലാക്കും നമ്മൾ ആരാണ് സഹായിക്കാനുള്ളത്. ഓരോരുത്തരെയും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും ആ ഒരു ടൈമിൽ. അതുവരെ നമ്മൾ കണ്ട വ്യക്തികളായിരിക്കില്ല, അതുവരെ നമ്മൾ വന്നൊരു ജീവിത സാഹചര്യമേ ആയിരിക്കില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ പടവുകളും ദൈവം നമുക്ക് കാണിച്ചു തരും. ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് ഓരോ വ്യക്തികളും പെരുമാറുന്നത്, ഇതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം, ഇതാണ് യഥാർത്ഥ ജീവിത സാഹചര്യം എന്ന് കാണിച്ചു തരും. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായേക്കാം. ആരോഗ്യ പ്രശ്നം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിവൈനുമായിട്ട് അടുക്കുന്നത്. നമ്മൾ ഈ ഓരോ പ്രോസസ്സിലൂടെ ഡിവൈൻ ചെയ്യുന്ന ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ഓരോ പ്രോസസ്സിലൂടെയും നമ്മളെ ഡിവൈനിലേക്ക് ചേർത്ത് വെക്കുകയാണ്. നമ്മൾ ആ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മൾ ഡിവൈനുമായിട്ട് അത്രയധികം അടുക്കുകയാണ്. ചിലർക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങളായിരിക്കാം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക. മറ്റു ചിലർക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകും. അവരത്രയധികം ഡിവൈനുമായിട്ട് അടുത്തിട്ടും ഉണ്ടാകും. അത്രയധികം ഒരു പെയിൻ അവർ അനുഭവിച്ചിരിക്കുന്നു. പിന്നെ ആ പെയിനിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ആ ചാരത്തിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വരണം. അവിടെയാണ് ഡിവൈൻ അവർക്ക് ആ ഒരു പവർ, അതിൽ നിന്നൊരു ബ്ലെസ്സിങ് കൊടുക്കുന്നത്. ഞാനീ പറഞ്ഞ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾ എത്ര ഉയർന്നു വരാൻ ശ്രമിച്ചാലും ആ ഒരു പ്രോപ്പർ വേയിലൂടെയാണ് നിങ്ങൾ ഉയർന്നു വരാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഡിവൈൻ സപ്പോർട്ടോടുകൂടി സാധ്യമാകും. ഡിവൈൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജേർണിയിലെ കറക്റ്റ് പാത്തിലൂടെ നിങ്ങൾ വരണം. അതിലേക്കാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, ആത്മീയമായ രീതിയിൽ. നമ്മൾ അതുവരെ ചിലപ്പോൾ ഫിസിക്കൽ വേൾഡിൽ വളരെയധികം സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെയൊക്കെ ഇരുന്ന് പോയിട്ടുണ്ടാകാം. ഇതിനൊക്കെയും ഓരോ സൊല്യൂഷൻസ് ഉണ്ട് നമ്മുടെ ആത്മീയമായ യാത്രയിൽ. ആ ഒരു സൊല്യൂഷൻസിലേക്ക് ഡിവൈൻ കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സൊല്യൂഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ, അതായത് ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ, ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ എന്താണോ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു സിറ്റുവേഷനെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരിക്കലും തരണം ചെയ്യുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ സമീപിക്കണം. അത് എത്തരത്തിൽ സമീപിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഓരോ ബ്രേക്ക് ത്രൂസും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറി വന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും അടുത്തൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ 4 വശത്തു നിന്നും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെയും ആ ഒരു ആത്മശക്തി കൊണ്ട്, ആത്മാവിൻ്റെ ബലം കൊണ്ട് പിടിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഡിവൈൻ ചെയ്യുന്നത്. ഓരോരുത്തരും, ഓരോ ടിൻസും ഓരോ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടാകും.
ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കണം. നിങ്ങളുടെ സോളിനോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അത്രയധികം നിങ്ങൾക്ക് ആ ഒരു സോളുമായിട്ട്, നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടായിരിക്കണം. എന്താണ് എൻ്റെ ഈ ജീവിത പ്രശ്നങ്ങൾക്ക് കാരണം? ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും സോള് നിങ്ങൾക്ക് മറുപടി നൽകും. കാരണം സോൾ അത്രയും നോളജബിളായിട്ടുള്ള ഒരാളാണ്, നോളജബിളാണ്. ഓക്കെ, ഇത്രയധികം ജന്മങ്ങളിലെ നോളജ് ഉണ്ട്. ഒരു ഡിവൈൻ ബീയിങ് ആണ് ആ സോള്. അപ്പോൾ ആ ഒരു നോളജ് ഉണ്ട്. നമ്മുടെ ആ പരമാത്മാവ്, ഡിവൈൻ എന്ന് പറയുന്ന പരമാത്മാവിൻ്റെ ആ ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ വളരെ ചെറിയൊരു അംശമാണ് ആ ഒരു സോള്, നമ്മുടെ ഉള്ളിലുള്ള സോള്. അപ്പോൾ സോളിന് തീർച്ചയായിട്ടും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും ഡിവൈൻ്റെ ഹെൽപ്പോടുകൂടി. നിങ്ങളുടെ സോളിനോട് ചോദിക്കൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്? ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? ചോദിച്ചു നോക്കൂ. തീർച്ചയായും അതിനുള്ള ഉത്തരം ലഭിക്കും. ഒരു പക്ഷേ നിങ്ങൾക്കതിനുള്ളൊരു ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ എൻ്റെ സോളിൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിവൈൻ്റെ ഹെൽപ്പോടുകൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ സോളിനോട് ചോദിച്ചിരിക്കണം, നിങ്ങളതിന് ശ്രമിച്ചിരിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ മാത്രം ഓക്കെ ഡിയർ, ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനല്ല, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകാനായിട്ട് ഞാനുണ്ടാവും. ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്.